ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും സെമി ടസർ സാരീസ് ആയിട്ടാണ്. ബഗൽപൂരി സെമി ടസർ സാരീസാണ്. ബത്തീക് പ്രിൻ്റ് വരുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന സാരിയാണ്. പക്ഷേ സെയിം പ്രിൻ്റ് കിട്ടിയില്ല. പ്രിൻ്റ് പാറ്റേൺ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. കളേഴ്സും പിന്നെ അതിൻ്റെ ബോർഡറും ഒക്കെ സെയിം തന്നെ. പക്ഷേ അതിലുള്ള ഡിസൈൻ ബത്തീക് പ്രിൻസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ മുന്നേ ഇതേപോലത്തെ സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മുന്താണിയിൽ ബത്തീക് പ്രിൻസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടും ടൈപ്പ് സാരിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ ഈ സാരി നേരത്തെ സെയിം റേറ്റ് തന്നെ 1239 പ്ലസ് ഷിപ്പിംഗ് ആണ്. പിന്നെ ഇതിന് വരുന്നത് 1140 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാരിയായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹിറ്റ് സാരി ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സാരിയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ബോർഡറിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ പേര് പർച്ചേസ് ചെയ്തു. ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത്. പുതിയ ഡിസൈൻ ഈ ഒരു ഡിസൈൻ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിക് ബോർഡർ വരുന്ന സെമി ടസർ സാരിയാണ്. ഇതൊരു കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ കളറുമേ ഒരു പിങ്കിഷ് കളർ വരുന്ന കളറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഡിസൈൻ വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. ബോഡി ഫുൾ ഈ ഒരു പാറ്റേണിലാണ്. മുന്താണി വരുന്നത് ദാ ഇങ്ങനെയാണ്. ബ്ലൗസ് വരുന്നത് അന്ന് കാണിച്ച പോലെ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സെമി ടസർ ബത്തിക് പ്രിൻ്റ് വരുന്ന സാരിയാണ്. ഇങ്ങനെയുണ്ടാവും ഉടുത്ത് വരുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം കാണിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് പോവാം. അടുത്ത കളറ് ദാ ഇതേപോലെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഡിസൈൻ എല്ലാത്തിൻ്റെയും സെയിം ആണ് കേട്ടോ. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കണ്ടോ, ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. ഒന്നും കൂടെ അടുത്ത് കാണിക്കുന്നുണ്ട്. മുന്താണി ദാ ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് ഇതാ ഒരു പിങ്ക് ഓൺ പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാ സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. മുന്താണി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ദാ ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് ബ്ലാക്ക് വിത്ത് ബേൺഡ് ഓറഞ്ച് കേട്ടോ. പിന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന സാരിയാണ്. ഇപ്പോഴും ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ എല്ലാ സാരിയും. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. മുന്താണി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. അടുത്ത സാരി ഡാർക്ക് ബ്ലൂമേ ഒരു സ്കൈ ബ്ലൂ ഡിസൈനിലാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ.
ഈ ഒരു 5 കളറിലാണ് ഈ സെമി ടസർ ഇതേപോലത്തെ വലിയ ബോർഡർ വരുന്ന സാരി വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി അടുത്ത സാരി കണ്ടു നോക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ കാണാം കേട്ടോ. അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ സാരി നല്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു സെമി ടസർ സാരിയുടെ ഒരു സിഗ്സാഗ് പാറ്റേണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് അടുത്ത് കാണിക്കാം. ഇതാ കണ്ടോ, ഇതേപോലെ സിഗ്സാഗ് പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ ഉൾവശം ഇതാ കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു വീവ് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ, പ്രിൻ്റ് അല്ല. അതിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വിചാരിച്ച് ഇതിൻ്റെ മുന്താണിയിൽ ഇതാ ഇതേപോലെ ചെറിയൊരു, ഇത് കാണുക പോലും ഇല്ല കേട്ടോ, ചെറിയൊരു 3 ഇതിൽ ചെറിയൊരു ഗ്ലിറ്റർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബത്തീക്ക് പ്രിൻസാണ് വരുന്നത്, ഒരു ഓഫ് വൈറ്റ് കളറിൽ ബത്തീക്ക് പ്രിൻസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെ ഒരു കുഞ്ഞ് ചെക്ക് പാറ്റേൺ പോലെ വന്നിട്ട് ബോർഡർ ഇതേപോലെ വരും. ഇതാണ് ബ്ലൗസ് വരുന്നത്. എല്ലാ സാരിയും സെയിം തന്നെ, കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ സാരി ഉടുത്ത് വരുമ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഇപ്പോൾ നിവർത്തി കാണിക്കാം. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. ബോഡി ഫുൾ ഇതേപോലെ ഒരു സിഗ്സാഗ് വീവ് പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതേപോലെ ഒരു ബാത്തിക് പ്രിൻ്റ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ. അതിലും സിഗ്സാഗ് പാറ്റേൺ തന്നെയാണ് വരുന്നത്. ബോർഡർ വരുന്നത് ബത്തീക്ക് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാം ഇനി കാണിക്കുന്ന സാരീസൊക്കെ സെയിം ഡിസൈനാണ്, കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൗസും ഇതും വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ഇനി അടുത്ത കളറ് കാണാം. അടുത്ത കളറ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഇതും നല്ല ഭംഗിയുള്ള കളറാണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതേപോലെ സിഗ്സാഗ് പാറ്റേണിലാണ് വരുന്നത്. മുന്താണി ബത്തീക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ ഇതേപോലെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ നേവി ബ്ലൂ കളർ തന്നെ, സെയിം കളർ തന്നെ സിഗ്സാഗ് പാറ്റേണിൽ വന്നിട്ട് അതിൽ ബത്തീക്ക് ബോർഡറാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സെമി ടസറിലാണ് വരുന്നത്. നല്ല ഞൊറിഞ്ഞൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ അതുപോലെ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഈ സിഗ്സാഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ല രസമുണ്ട്. ഒരു കുരു 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 ഒരു ഫീലാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നു അല്ലേ. അടുത്ത കളറ് വരുന്നത് ദാ ഇതേപോലെ ഒരു കളറിലാണ് വരുന്നത്. അതിൻ്റെ മുന്താണി വരുന്നത് ദാ ഇതേപോലെ ഒരു ബാത്തിക് പ്രിൻ്റാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ സിഗ്സാഗ് ബ്ലൗസ്, ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വിത്ത് ബ്ലൗസ് ബോർഡറും കൂടിയുള്ള ബ്ലൗസ് വരുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ്. അടുത്ത സാരി ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഒരു പ്രത്യേക ഒരു കളറാണ്. ഇതിൻ്റെ കളറ് എങ്ങനെ പറയാമെന്നറിയില്ല. പീച്ചല്ല, പിങ്കല്ല, റോസല്ല, ഇതിൻ്റെ ഇടയിലുള്ളൊരു കളറാണ്. ഇതിനല്ലാതെ എനിക്ക് പേര് പറയാൻ അറിയുന്നില്ല. ബോഡി ഫുൾ സിഗ്സാഗ് പാറ്റേണിൽ, മുന്താണി ഇതാ ഇതേപോലെ ബത്തീക്ക് പ്രിൻ്റാണ് വരുന്നത്. സാരി സെയിം
ഇതേപോലെ സിഗ്സാഗ് പാറ്റേൺ വന്നിട്ട് വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇതും ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒരു വട്ടം പറഞ്ഞില്ലെങ്കിൽ പുതിയതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ വിചാരിക്കും ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയണത് കേട്ടോ. ഇതൊരു വയലറ്റ് കളർ എന്ന് പറയാം. അതിൽ ഇതാ ഇതേപോലെ സെയിം ബത്തീക് പ്രിൻറ്റിൻ്റെ മുന്താണി, ബ്ലൗസ് ഈ സെയിം സിഗ്സാഗ് പാറ്റേൺ വിത്ത് ബോർഡർ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സാരിയാണ്. അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളർ എന്നൊക്കെ പറയാം. മുന്താണി വരുന്നത് ഇതാ ഇതേപോലെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ബത്തീക് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. ബോഡി വരുന്നത് ഇതാ ഇതേപോലെ വിത്ത് ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതും എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് സാരികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മൾ സാധാരണ ഇന്ത്യ പോസ്റ്റിലാണ് രജിസ്റ്റേർഡ് പാഴ്സൽ വഴിയാണ് സാരീസും മെറ്റീരിയൽസൊക്കെ അയക്കാറുള്ളത്. DTDC വേണമെന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ആദ്യം സാരി ബുക്ക് ചെയ്യുന്നത്. നമ്മൾ എൻക്വയറി ചെയ്ത് കുറേ നേരത്തിന് ശേഷം വരുമ്പോൾ ചിലപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ആരും വിഷമം വിചാരിക്കരുത്. കാരണം അപ്പോഴത്തേനും ഒരുപാട് ഒരു 5 മിനിറ്റിൽ തന്നെ ഒരുപാട് എൻക്വയറി വരും. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരോടും ഉള്ളതിനനുസരിച്ച് അവൈലബിലിറ്റി പറയും. പിന്നെ അത് വാങ്ങിച്ചു പോണതിനനുസരിച്ച് ചിലപ്പോൾ ഫുൾ സോൾഡ് ഔട്ട് ആവും. അപ്പോൾ ആദ്യം നമ്മൾ എൻക്വയറി ചെയ്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പം എല്ലാം തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.